വിഴിഞ്ഞത്തിൽ അദാനിയുടെ ഓഹരി കൈമാറ്റത്തെ ചൊല്ലി ആരോപണ പ്രത്യാരോപണവുമായി ഭരണ പ്രതിപക്ഷം. ഓഹരി കൈമാറ്റത്തെക്കുറിച്ച് LDF സർക്കാരിന് അറിയാമായിരുന്നുവെന്ന് ദേശാഭിമാനി പത്രവാർത്ത ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി ആരോപിച്ചു. എന്നാൽ മുഖ്യമന്ത്രി കള്ളക്കളി തുടരുകയാണെന്നും മംഗലാപുരം യാത്രയിൽ രാഹുൽ ഗാന്ധി പ്രതികരിക്കണമെന്നും MV ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. അതിനിടെ വിഴിഞ്ഞം കരാറിൽ തുടർനീക്കം വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. സർക്കാരിന്റെ മൗനം ദുരൂഹമെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. പോർട്സിന്റെ 49% ഓഹരി MSC കമ്പനിക്ക് നൽകുന്നതിൽ ഉയരുന്ന ആരോപണങ്ങൾക്ക് മറുപടിയുമായി മുഖ്യമന്ത്രി രംഗത്ത് വന്നു. ഓഹരി കൈമാറ്റം നടന്നിട്ടില്ല എന്നും സർക്കാരിന്റെ അനുമതിയില്ലാതെ ഒന്നും ചെയ്യാനാകില്ല എന്നും മുഖ്യമന്ത്രി ആവർത്തിച്ചു. MSC കമ്പനിയുമായി അദാനി പോർട്സ് പ്രാഥമിക ചർച്ചകൾ മാത്രമാണ് നടത്തിയത്. സംസ്ഥാന താൽപര്യം സംരക്ഷിച്ചു മാത്രമേ മുന്നോട്ട് പോകുകയുള്ളൂ എന്നും ഇതിൽ വിശദമായ പരിശോധന നടത്തി എംപവേർഡ് കമ്മിറ്റി നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി ആവർത്തിച്ചു. എന്നാൽ ഓഹരി കൈമാറ്റത്തിൽ തനിക്ക് നേരെ ഉയരുന്ന ആരോപണങ്ങളിൽ മുഖ്യമന്ത്രിയുടെ മറുചോദ്യം ഇതാണ്: ഈ സർക്കാർ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് നിങ്ങൾ ആരെങ്കിലും പറയണം. നിങ്ങൾ ചോദിച്ചു, എന്ത് തെറ്റാണ് ചെയ്തത്? ഈ സർക്കാർ എന്ത് തെറ്റാണ് ചെയ്തത്? അതാണ് എൻ്റെ ചോദ്യം. ഒരു ഓഹരി കൈമാറ്റവും നടന്നിട്ടില്ല. ഓഹരി കൈമാറ്റം സംബന്ധിച്ച കൃത്യമായ വകുപ്പുകൾ കൺസെഷൻ എഗ്രിമെൻറ്റിലുണ്ട്. ഗവൺമെൻറ്റിൻ്റെ മുൻകൂർ അനുമതി ഇല്ലാതെ, കാരണം ഈ പോർട്ടിൻ്റെ ഓണർ എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെൻറ്റാണ്. കഴിഞ്ഞ LDF സർക്കാരിന് ഓഹരി കൈമാറ്റത്തെക്കുറിച്ച് അറിയാമായിരുന്നുവെന്ന് അന്ന് പ്രസിദ്ധീകരിച്ച ദേശാഭിമാനി പത്രവാർത്ത ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി ആരോപിച്ചു. കഴിഞ്ഞ ഗവൺമെൻറ്റിന് അറിയാമായിരുന്നു MSC ആയിട്ടുള്ള, എന്നിട്ടത് ഞങ്ങളുടെ തലയിൽ കൊണ്ട് വയ്ക്കാൻ നോക്കുക. ഇതെങ്ങനെ വന്നു ഈ വാർത്ത? എവിടെ നിന്ന് കിട്ടി ഈ സോഴ്സ്? ദേശാഭിമാനി പത്രത്തിൽ എവിടെ നിന്നാണ് ഈ സോഴ്സ് കിട്ടിയത്? 5-ാം തീയതി MSC വരും. എന്നിട്ട് അതിൽ വേറെ വാർത്ത കൂടിയുണ്ട്. LDF സർക്കാർ സംഘടിപ്പിച്ച വിഴിഞ്ഞം കോൺക്ലേവിൽ MSC കമ്പനിയിലെ പ്രമുഖർ പങ്കെടുത്തിരുന്നു. ജൂലൈ 1-ാം തീയതിയിലത്തെ വാർത്ത നിങ്ങളെല്ലാം വാർത്ത കൊടുത്ത ദിവസത്തെ ദേശാഭിമാനിയുടെ വാർത്ത. വിഴിഞ്ഞത്ത് 13,000 കോടി രൂപയുടെ നിക്ഷേപം. MSC ഗ്രൂപ്പ് 49% ഓഹരി എടുക്കും. അടുത്ത വാചകം കേട്ടോളാം. LDF സർക്കാരിൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെ വിജയമാണ് വിദേശ നിക്ഷേപം. ഞാൻ എന്താ മറുപടി പറയേണ്ടത്? 3 വകുപ്പുകൾ ഒരുമിച്ച് കൈകാര്യം ചെയ്യാൻ താൻ താല്പര്യപ്പെട്ടിരുന്നില്ല എന്നും പാർട്ടി തന്നെയാണ് ധനകാര്യം ഏൽപ്പിച്ചതെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. മുഖ്യമന്ത്രിയാകുമെന്ന് യാതൊരു ഉറപ്പുമില്ലാതിരുന്ന സമയത്ത് നടത്തിയ മംഗലാപുര യാത്രയെക്കുറിച്ചാണ് വിവാദമുണ്ടാക്കുന്നതെന്നും VD സതീശൻ പരിഹസിച്ചു. എന്നാൽ മുഖ്യമന്ത്രി കള്ളക്കളി തുടരുകയാണെന്നും മംഗലാപുര യാത്രയിൽ രാഹുൽ ഗാന്ധി മറുപടി പറയണമെന്നും CPM സംസ്ഥാന സെക്രട്ടറി ആവശ്യപ്പെട്ടു. ഓഹരി കൈമാറ്റത്തെക്കുറിച്ച് ദേശാഭിമാനിക്ക് മുമ്പ് മറ്റു പത്രങ്ങൾ വാർത്ത നൽകിയിരുന്നുവെന്നും MV ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി. അദാനിയുമായിട്ടുള്ള രഹസ്യ ഉടമ്പടികൾക്ക് ഇടനിലനിൽക്കുന്ന VD സതീശൻ്റെ നിലപാടിനെക്കുറിച്ച് രാഹുൽ ഗാന്ധി അഭിപ്രായം പറയണം എന്ന് ഞങ്ങൾ പറഞ്ഞു. കാരണം അദാനിയുടെ കള്ളക്കച്ചവടങ്ങളെക്കുറിച്ച് വലിയ പ്രസംഗം നടത്തുന്ന രാഷ്ട്രീയ നേതാവാണ് രാഹുൽ ഗാന്ധി. ബാംഗ്ലൂർ യാത്രയെ സംബന്ധിച്ചും ഇതേവരെ രാഹുൽ ഗാന്ധി പ്രതികരിച്ചിട്ടില്ല. അപ്പോൾ അദാനിയുമായിട്ട് ബന്ധപ്പെട്ട ഈ ഡീൽ സംബന്ധിച്ചും ബാംഗ്ലൂർ യാത്ര സംബന്ധിച്ചും തീർച്ചയായും കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണം വളരെ പ്രധാനമാണ്. ദേശാഭിമാനി വരുന്നതിന് മുമ്പ് മറ്റു പത്രങ്ങളിൽ വാർത്ത വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ കൃത്യതയോടുകൂടി തീയതി വെച്ച് പറഞ്ഞത്. ഇതിനിടെ വിഴിഞ്ഞം കരാറിൽ സർക്കാരിന്റെ തുടർനീക്കം വിശദീകരിക്കണമെന്നാവശ്യപ്പെട്ട് ചില ചോദ്യങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. സർക്കാരിന്റെ മൗനം ദുരൂഹമെന്നും കത്തിൽ ആരോപിക്കുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.